കേസ് വകുപ്പ് മനുഷ്യക്കടത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ NIA കോടതിയാണ് ഇക്കാര്യം പരിഗണിക്കേണ്ടത്. ഇപ്പോൾ MP A റഹീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ A റഹീം, അവിടെ ചെന്നപ്പോഴുള്ള അവസ്ഥകളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇതിപ്പോൾ ഈ ബജ്രംഗ് ദൾ അഭിഭാഷകനാണ് പറയുന്നത് ഈ കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനുള്ള അധികാരമില്ലെന്ന് പറഞ്ഞ് അത് പരിഗണിച്ചില്ല, NIA കോടതിയാണ് പരിഗണിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇതാണോ യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ NIA കോടതിക്ക് ഇതിലെന്താ റോളിരിക്കുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ നിയമവാഴ്ച തകർന്നിരിക്കുന്നു. പോലീസ് സ്റ്റേഷനും കോടതിയുമെല്ലാം ഭരിക്കുന്നതും നയിക്കുന്നതുമെല്ലാം പൂർണ്ണമായും ഇവിടുത്തെ ഒരുപറ്റം സംഘപരിവാറിന്റെ ക്രിമിനൽ സംഘങ്ങളാണ്. അതാണ് പ്രശ്നം. ഇവരിലൊക്കെ കോടതിയെ നിയന്ത്രിക്കുന്നവർ കോടതിയെ സ്വാധീനിക്കാൻ വേണ്ടി കോടതിയുടെ പുറത്ത് ബഹളം വയ്ക്കുകയും കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും നിയമവാഴ്ചയുണ്ടോ? കേരളത്തിലാണെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കുമോ? ഞാൻ എന്തായാലും ഒരു വാർത്താസമ്മേളനത്തിലേക്ക് കയറുകയാണ് ഛത്തീസ്ഗഡ് പ്രസ് ക്ലബിൽ, റായ്പൂർ പ്രസ് ക്ലബിൽ. അതുകൊണ്ട് ദയവായി മറ്റു കാര്യങ്ങൾ തന്നെ സംസാരിക്കാം. നിയമവാഴ്ച തകർന്ന ഒരു സംസ്ഥാനത്തെയാണ് നമ്മൾ കാണുന്നത്. നിയമവാഴ്ച പൂർണ്ണമായും തകർന്നിരിക്കുന്നു. നന്ദി ശ്രീ A റഹീം. നിയമവാഴ്ച തകർന്നിരിക്കുന്നു. NIA കോടതി പരിഗണിക്കേണ്ട ഒരു വിഷയം ഇതിലില്ല. ഈ അഭിഭാഷകൻ, ബജ്രംഗ് ദളിന്റെ അഭിഭാഷകനാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം മാധ്യമങ്ങളോട് അറിയിച്ചത്. അവർ തന്നെയാണ് ഇക്കാര്യം, അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ, ആ പ്രതിഷേധത്തിനെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞത്. അപ്പോൾ അഭിഭാഷകൻ പിന്നീട് വന്നിട്ട് പറയുകയായിരുന്നു കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ അത് പരിഗണിക്കേണ്ടത് ഈ കോടതിയല്ല എന്ന് ജഡ്ജ് പറഞ്ഞു. അതിനുശേഷം അത് NIA കോടതിയിലാകും. ചിലപ്പോൾ ബിലാസ്പൂർ NIA കോടതിയെയാണ് സമീപിക്കേണ്ടത്. മനുഷ്യക്കടത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ മനുഷ്യക്കടത്ത് എന്നുള്ള ഒരു വകുപ്പ് അതിൽ ുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യം പരിഗണിക്കേണ്ടത് NIA കോടതിയാണെന്ന് അറിയിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ഇന്നലെ മജിസ്ട്രേറ്റ് കോടതിയും ഇക്കാര്യം പരിഗണിച്ചില്ല. അതിനുശേഷമാണ് സെഷൻസ് കോടതിയിലെത്തിയത്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് പോയ ഇടത് പ്രതിനിധികൾ എല്ലാവരും തന്നെ പറഞ്ഞ ഒരു കാര്യം, കന്യാസ്ത്രീകളുടെ ആരോഗ്യം കുറച്ച് മോശമാണ്, അവർക്ക് വേണ്ട അവശ്യ മരുന്നുകളൊന്നും തന്നെ അവർ കൊണ്ടുപോയിരുന്നില്ല, അന്ന് തന്നെ തിരികെ എത്താം എന്നുള്ള ഒരു ധാരണയിലാണ് അവർ പോയിരുന്നത്. ഇതിപ്പോൾ അതെല്ലാം നടന്നില്ല. ജയിലിൽ അവരെ മോശമായി തന്നെയാണ് പരിഗണിക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, നിയമവാഴ്ച അത് നടക്കുന്നില്ല അവിടെ. കേരളത്തിലാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമോ എന്നാണ് ഇവിടുന്ന് പോയ MP മാർ തന്നെ പറയുന്നത്. അവിടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശമാണെന്ന് പറയുന്നു. ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നില്ല. ഇന്ന് ജാമ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പലരും. വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് പാർലമെന്റിൽ ഉൾപ്പെടെ ഇങ്ങനെ ഒരു വശത്ത് നടക്കുമ്പോഴും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു പോലും ഇല്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാകുന്നു.